ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകളിൽ എറണാകുളത്തു നിന്നൊരു വാർത്ത വരുന്നു. എറണാകുളം ചെങ്ങമനാട് കനത്ത മഴയിൽ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോയിക്കൽ വീട്ടിൽ തമ്പിയുടെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വീട്ടുകാർ നോക്കി നിൽക്കെയാണ് മോട്ടറും ആൾമറയും ഉൾപ്പെടെ കിണറിലേക്ക് ഇടിഞ്ഞു വീണത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. വീട്ടുകാർ നോക്കി നിൽക്കെ തന്നെയാണ് കിണർ ഇടിഞ്ഞു താഴ്ന്ന് താഴേക്ക് പോകുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അർജുൻ മട്ടന്നൂര് വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം. മഴയെ തുടർന്ന് പലയിടത്തും കിണറുകൾ ഇടിഞ്ഞു താഴുന്നത് നമ്മൾ കാണുന്നു. ഇത് ആളുകൾ നോക്കി നിൽക്കെയാണ് ഈ സംഭവം, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കനത്ത മഴയാണ് എറണാകുളം ജില്ലയിലെമ്പാടും ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെയും കനത്ത മഴ പല മേഖലകളിലും കനത്ത മഴയാണ് എറണാകുളം ജില്ലയിലെമ്പാടും ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെയും കനത്ത മഴ പല മേഖലകളിലും പെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. പ്രത്യേകിച്ച് ചെങ്ങമനാട്, അതായത് എറണാകുളം ആലുവക്കടുത്തുള്ള ചെങ്ങമനാടാണ് ഇങ്ങനൊരു കിണർ ഇടിഞ്ഞ് തകർന്നത്. രാവിലെ 8:45 കൂടിയാണ് സംഭവം. അവിടെയുള്ള കോയിക്കൽ വീട്ടിൽ തമ്പി എന്നയാളുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞ് തകർന്നത്. ഈ തമ്പിയുടെ ഭാര്യ അടുക്കളയിൽ പാചകം ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒരു വലിയ ശബ്ദം കേട്ടത്. ഉടൻ തന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ കിണർ ഇടിഞ്ഞ് താഴ്ന്നത് കണ്ടത്. തമ്പിയും മകനും പുറത്തു വന്ന് നോക്കുമ്പോൾ കിണറിന്റെ തൂണുകളും അതോടൊപ്പം തന്നെ കിണറിന്റെ ചുറ്റുവശത്തുള്ള കെട്ടുകളും ഇളകി ആടി ഉലഞ്ഞുകൊണ്ട് കിണറിനകത്തേക്ക് നിലം പൊത്തുകയായിരുന്നു. വീട്ടുകാർ നോക്കി നിൽക്കുമ്പോഴാണ് ഈ മോട്ടോർ അടക്കം വൻ ശബ്ദത്തോടെ കിണറിലേക്ക് വീണത്. കടുത്ത വേനലിലും സുലഭമായി വെള്ളം കിട്ടുന്ന ഒരു കിണറായിരുന്നു. ഏതാണ്ട് 25 അടിയോളം താഴ്ചയുള്ള കിണറാണ്. സംഭവം ഇപ്പോൾ പഞ്ചായത്ത് വില്ലേജ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം നിരവധി സംഭവങ്ങൾ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ചെങ്ങമനാട് തമ്പി എന്നയാളുടെ വീട്ടിലെ കിണറും സമാനമായ രീതിയിൽ കനത്ത മഴയിൽ തകർന്ന് വീണത്. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് ഇന്ന് നടന്ന ഒരു സംഭവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.